കാളസർപ്പയോഗം ഈ നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ടത് നല്ലതാണ്. കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ നക്ഷത്രക്കാർക്ക് കാളസർപ്പയോഗം എന്നുള്ളത്. 15 ദിവസത്തേക്കാണ് കേട്ടോ ഇത് വരുന്നത്. രാഹുവിനും കേതുവിനും ഇടയിലുള്ള എല്ലാ നക്ഷത്രങ്ങൾക്കും വളരെയധികം മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. പ്രത്യേകിച്ച് മേടൻ രാശിയിൽ വരുന്ന കാർത്തിക, അശ്വതി, ഭരണി എന്നീ നക്ഷത്രക്കാർക്ക് വളരെ അധികം ദോഷഫലമാണ് ഉണ്ടായിരിക്കുന്നത് ഈ കാളസർപ്പം യോഗത്തിൽ. അപ്പം ബാക്കി കുറച്ച് നക്ഷത്രം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം, മകം, പൂരം, ഉത്രം, മൂലം, പൂരാടം, ഉത്രം എന്നീ നക്ഷത്രക്കാർക്കാണ് കാളസർപ്പയോഗം ഉണ്ടായേക്കുന്നത്. അപ്പം അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പം ഇവർക്ക് ഈ ദോഷകരമായിട്ട് ഏണിയും പാമ്പും കളിക്കുന്നത് പോലെയാണ് കേട്ടോ. അതായത് നമ്മൾ ഇച്ചിരി ഒന്ന് ഉയർച്ചയിലെത്തും, പെട്ടെന്ന് താഴ്ചയിലോട്ട് പോകും. ഇതിൽ നിന്ന് നമുക്ക് ഭയങ്കര സാമ്പത്തിക നഷ്ടങ്ങളും രോഗങ്ങളും അങ്ങനെ പലമാതിരി പ്രശ്നങ്ങളുണ്ടാകും. പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിനൊരു സ്വസ്ഥതയില്ലായ്മയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. കാളസർപ്പയോഗത്തിൻ്റെ പ്രധാന ദോഷങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിയുടെ ആരോഗ്യം, ആയുസ്, മനഃശാന്തി എന്നിവ തകർക്കുന്നതാണ്. വ്യക്തിക്ക് ഗുരുതരമായ അപകടങ്ങളോ ജയിൽവാസമോ മറ്റ് വിവിധ രീതിയിലുള്ള ബന്ധങ്ങളോ അനുഭവിക്കേണ്ടി വരുന്നതാണ്. വിവാഹ ജീവിതത്തിൽ പരാജയം, കോടതി, വിരഹ ദാമ്പത്യം, നിയമപ്രകാരമുള്ള വേർപിരിയൽ, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ, വഞ്ചന എന്നിവയാണ് ഈ പ്രധാന ഫലങ്ങളായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. തൊഴിൽ ചെയ്യാൻ താല്പര്യമില്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരു പ്രവണത കൂടും. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ ഇടപെടലിൽ തൊഴിൽ നഷ്ടം എന്നിവയും ഫലമാണ്. ഇത് പ്രധാനമായും രാഹുവും കേതുവും തമ്മിലുള്ള എല്ലാ ഗ്രഹങ്ങളും വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് കാളസർപ്പയോഗം എന്നുള്ളത്. ഇതിന് പ്രധാനമായും ശിവക്ഷേത്രത്തിലും നാഗരാജാവിൻ്റെ ക്ഷേത്രത്തിലും കുറച്ച് വഴിപാടുകളൊക്കെ നടത്തിയാൽ മതി. ഇത് പ്രത്യേകം ആ ഒരു കാഠിന്യമൊക്കെ കുറഞ്ഞ് കിട്ടാനുള്ള സാധ്യത വളരെയധികമാണ്. ശിവപൂജ എന്ന് പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കുന്നത് ഉത്തമമാണ്. വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം രാവിലെയും വൈകിട്ടും ഉരുവിടുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ആ ഒരു ദോഷങ്ങളെല്ലാം മാറുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാരണം നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ. നാഗദൈവങ്ങൾക്ക് പാൽപ്പായസം, നൂറും പാലും തുടങ്ങിയ വഴിപാടുകൾ നടത്തുകയും അതുപോലെ തന്നെ വെള്ളിയിലോ ചെമ്പിലോ കൊണ്ടുണ്ടാക്കുന്ന ചെറിയ സർപ്പരൂപങ്ങൾ ക്ഷേത്രനടയിൽ തനിക്ക് ഉഴിഞ്ഞ് സമർപ്പിക്കുകയും പാവങ്ങൾക്ക് വസ്ത്രമോ ഭക്ഷണമോ എന്തെങ്കിലും ദാനം നൽകുകയും അത്യുത്തമമാണ് കേട്ടോ. പിന്നെ മന്ത്രജപം രാഹുവിനും കേതുവിനും വേണ്ടിയുള്ള മാന്ത്രികങ്ങളും താന്ത്രികങ്ങളും അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇപ്പം എല്ലാം അഷ്ടരൂപങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ എല്ലാം പോയി ഓരോ അർച്ചനകളോ വഴിപാടുകളോ ഈ നക്ഷത്രക്കാർക്ക് വേണ്ടി ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ജീവിതത്തിൽ പാമ്പും കൊണിയും കളിക്കുന്നത് പോലെ പെട്ടെന്ന് ഉയർച്ചയിലും പോകും. അതുപോലെ തന്നെ ഏറ്റവും ഇതായിട്ട് താഴ്ചയിലും പെട്ടെന്നുണ്ടാകും. കഠിനാധ്വാനം ചെയ്താലും പലപ്പോഴും തക്കതായ പ്രതിഫലം ലഭിക്കാതെ വരിക, മാനസിക സംഘർഷങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാനമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ മക്കളാൽ ഏറ്റവും അധികം ദുഃഖം നമ്മൾക്ക് കിട്ടുന്ന ഒരു അവസരവും കൂടിയാണിത് കേട്ടോ. എന്നാൽ ഈ യോഗമുള്ളവരിൽ ചിലർ അത്യുന്നതകളിൽ എത്താനുള്ള സാധ്യതയുമുണ്ട്. അവർ നല്ല രീതിയിൽ ജീവിക്കാനും പണമേറെ ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ മുൻ ജന്മത്തിൽ നല്ല രീതിയിലുള്ള സർപ്പദൈവങ്ങൾക്കും ഒക്കെ നല്ല രീതി കിട്ടിയിട്ടുള്ള നക്ഷത്രക്കാരും കൂടി ആവണം. ജ്യോതിഷപ്രകാരം ഒരാളുടെ ജാതകത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ സപ്തഗ്രഹങ്ങൾ രാഹുവിനും കേതുവിനും ഇടയിൽ വരുന്ന അവസ്ഥയാണ് നമ്മൾ കാളസർപ്പയോഗം എന്ന് പറയുന്നത്. ഇത് വളരെയധികം ദോഷകരമായിട്ടുള്ള കാര്യവും എന്നാൽ ശുഭകരമായിട്ടുള്ള കാര്യവുമാണ്.